നമസ്കാരം. പ്രധാന വാർത്തകൾ. നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ UDF-നാകും വോട്ട് ചെയ്യുക എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് പണി കൊടുക്കാൻ അവസരം കാത്തിരിക്കുകയാണ് അവരെന്നും VD സതീശൻ. 20 സീറ്റുകളിലും UDF വിജയിക്കും. സ്വതന്ത്ര ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് മന്ത്രി MB രാജേഷ്. മൂന്നാമതും BJP അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിന്റെ സർവനാശമാകുമെന്നും മന്ത്രി. രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ സംശയമുണ്ടെന്ന് PV അൻവർ MLA. ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരർഹതയും രാഹുലിന് ഇല്ലെന്നും PV അൻവർ MLA. കൊപ്പത്ത് സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. UDF പ്രവർത്തകനായ അബ്ദുൾ റഷീദാണ് മരിച്ചത്. അപകടം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന യോഗത്തിന് വരുമ്പോൾ. മണർക്കാട് ആനമൂളി ആദിവാസി കോളനിയിലെ കുടിവെള്ള പ്രശ്നം. കോളനിക്കാർ നേരിടുന്നത് പതിറ്റാണ്ടുകളായുള്ള ദുരിതം. പദ്ധതികൾ ഉണ്ടായിട്ടും വെള്ളം കിട്ടാത്തതിന് പിന്നിൽ ആസൂത്രണമില്ലായ്മയും അനാസ്ഥയുമെന്നും ആരോപണം. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിടിച്ചു മരിച്ച സംഭവം. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുമെന്ന പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. ട്രാഫിക് സമിതി എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. വിശദമായ വാർത്തകളിലേക്ക്. നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ UDF-നാകും വോട്ട് ചെയ്യുക എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF 20 സീറ്റുകളിലും വിജയം നേടുമെന്നും VD സതീശൻ പറഞ്ഞു. ചെറുപ്പശ്ശേരിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ തിരഞ്ഞെടുപ്പ് രാജ്യം ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. ഇതിൽ CPM-നെ സംബന്ധിച്ച് പ്രത്യേക റോളൊന്നുമില്ല. ചിഹ്നം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അവർ മത്സരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിൽ നല്ല സൗഹൃദമാണ് ഉള്ളത്. ഇതാണ് പല കേസുകളുണ്ടായിട്ടും ഒന്ന് മൊഴി രേഖപ്പെടുത്താൻ പോലും ED തയ്യാറാകാത്തത്. BJP നേതാക്കളുമായി ബിസിനസ് ബന്ധമുള്ളവരാണ് പല CPM നേതാക്കളും. മുഖ്യമന്ത്രി ക്രിമിനലുകൾക്ക് സംരക്ഷണം നൽകുന്ന ആളായി. കേരളത്തെ ഇടതുഭരണം തകർത്തു. നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ UDF-നാകും വോട്ട് ചെയ്യുക. കാരണം മുഖ്യമന്ത്രിക്ക് ഒരു പണി കൊടുക്കാൻ അവസരം കാത്തിരിക്കുകയാണ് അവർ. 20 സീറ്റുകളിലും UDF വിജയിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇന്ത്യ ജീവിക്കണമോ മരിക്കണമോ എന്നുള്ള ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്നത്. ഇന്ത്യ ജീവിക്കണമെന്നാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ അധികാരത്തിൽ വരണം. ഈ രാജ്യം മുഴുവൻ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരായി വലിയൊരു നിശബ്ദമായ തരംഗമുണ്ട്. നമ്മൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഇന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ അണ്ണൻ ഭരിക്കുന്നു, ഇവിടെ തമ്പി ഭരിക്കുന്നു. കേരളത്തിൽ അണ്ണനും തമ്മിൽ എന്തൊരു സ്നേഹമാണ്. ആ നിപ്പ് കണ്ടില്ലേ, രണ്ടുപേരും കൂടി കൈപിടിച്ചിട്ട്. എന്നോട് ഭരണകക്ഷി അംഗങ്ങൾ പാർലമെന്റിൽ നിയമസഭയിൽ ചോദിച്ചു, എന്താ പ്രധാനമന്ത്രി വരുമ്പോ മുഖ്യമന്ത്രി പോകണ്ടേ? ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ട് പോകണം. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോകണം, പ്രധാനമന്ത്രി യാത്ര ചെയ്യാൻ പോകണം. പക്ഷെ ആ ഒടുക്കത്തെ നിപ്പുണ്ടല്ലോ, അയ്യോ എന്നെ സഹായിക്കണേന്നും പറഞ്ഞ് പെറ്റ തള്ള സഹിക്കാത്ത ഒരു നിപ്പുണ്ട്. അത് വേണ്ട, അത് കേരളത്തിന് അപമാനകരമാണ്. എന്താ, ഇവര് തമ്മിൽ ഭയങ്കര സൗഹൃദമാണ്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ, ലൈഫ് മിഷൻ കോര കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നാമൻ ജയിലിൽ പോയി കിടക്കോ, ഇപ്പോഴും ജയിലിൽ. മുഖ്യമന്ത്രിയാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ. നമ്മൾ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്നോ ചോദ്യം ചെയ്യണമെന്നും പറയില്ല. ഒരു മൊഴിയെടുക്കണ്ടേ മുഖ്യമന്ത്രിയുടെ? ചെയ്യൂല. കേന്ദ്ര ഏജൻസി. 20 സീറ്റുമാണ് നമ്മുടെ ലക്ഷ്യം. 20. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കാണുമ്പോൾ വഴക്കടിക്കാനൊന്നും പോകണ്ട. എന്താണെന്നറിയാം, ഈ പ്രാവശ്യം അവർ നമുക്ക് വോട്ട് ചെയ്യും. നോക്കിക്കോ, ശ്രീകണ്ഠനെ ജയിപ്പിക്കാനോ UDF-നെ ജയിപ്പിക്കാനൊന്നും അല്ല, ഈ ആക്കിട്ടൊരു പണി കൊടുക്കാനാണ്. ആർക്കിട്ട്? ഈ പിണറായി വിജയൻ. അതിനാണ് അവർ നമ്മുടെ കൂടെയാണ്. നമ്മുടെ കൂടെ നമുക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ നോക്കിക്കോ, റിസൾട്ട് വരുമ്പോൾ എത്ര CPM-കാര് നമുക്ക് വോട്ട് ചെയ്ത് കാണുമെന്നറിയാം. ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇവർ വോട്ട് ചെയ്യത്തില്ല. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, C ചന്ദ്രൻ, KKA അസീസ് തുടങ്ങിയവരും മറ്റ് മുന്നണി നേതാക്കളും പങ്കെടുത്തു.
സ്വതന്ത്ര ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് മന്ത്രി എം.പി. രാജേഷ്. മൂന്നാമതും BJP അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സർവനാശമാകും സംഭവിക്കുക എന്നും എം.പി. രാജേഷ് പറഞ്ഞു. ചെർപ്പളശ്ശേരിയിൽ LDF ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ത്യക്കകത്തു മാത്രമല്ല പുറത്തും ഈ തിരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നുണ്ട്. മൂന്നാമതൊരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ സർവനാശമാകും അത്. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിൻ്റെ പകുതി വഴി അവർ പിന്നിട്ടിരിക്കുന്നു. അതിൽ അവർ വിജയിച്ചാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവണമെന്നില്ല. സ്വാതന്ത്ര്യസമരത്തിൽ അണിനിരന്ന പോലെ സ്വതന്ത്ര ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഓരോരുത്തരും അണിനിരക്കണമെന്നും എം.പി. രാജേഷ് പറഞ്ഞു. മൂന്നാമതൊരവസരം കിട്ടിയാൽ അവശേഷിക്കുന്ന മാറ്റം കൂടി ഉണ്ടാക്കും എന്നാണ് BJP തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാചകം നമ്മളെല്ലാവരും ഓർത്തുവെക്കണം. മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ എന്റെ കയ്യിൽ 1000 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് മോദി പറയുന്നത്. 5 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ട് എന്നല്ല, 1000 വർഷത്തേക്കുള്ള പ്ലാൻ ഉണ്ട്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ ആരും 1000 വർഷം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. മോദിയും 1000 വർഷം ജീവിച്ചിരിക്കാൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് സാധാരണ 5 കൊല്ലത്തേക്കാണ് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക. 1000 വർഷത്തേക്കുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ട്, അത് നടപ്പാക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നാണ്. മൂന്നാമതൊരിക്കൽ കൂടി ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ തെരഞ്ഞെടുപ്പുണ്ടാവില്ല എന്നാണ് വേറൊരു ഭാഷയിൽ മോദി പറഞ്ഞിട്ടുള്ളത്. ഏതുപോലെ ജർമ്മനിയിൽ ഹിറ്റ്ലർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം പിടിച്ച് അവസാനം ജനാധിപത്യത്തെ കുരുതി കഴിച്ച് ഏകാധിപത്യ വാഴ്ചയും കൂട്ടക്കൊലയും നടപ്പിലാക്കിയതുപോലെ 1000 വർഷത്തേക്കുള്ള പദ്ധതി എന്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യം അണയാതെ സൂക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ എന്ന ഈ രാജ്യം എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ 3/4 നൂറ്റാണ്ട് കാലം നിലനിന്ന ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് ഈ രാജ്യം. ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമരത്തിൽ എങ്ങനെയാണോ നമ്മുടെ നാടൊന്നാകെ അണിനിരന്നത്, അതുപോലെ ആ സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ അണിനിരക്കേണ്ട സന്ദർഭമാണിത്. നമ്മളാരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവരല്ല. പക്ഷേ സ്വതന്ത്ര ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ നമുക്കെല്ലാം പങ്കാളികളാകാൻ അവസരം വന്നിരിക്കുകയാണ്. പി മമ്മിക്കുട്ടി MLA, നേതാക്കളായ MR മുരളി, K നന്ദകുമാർ, OK സൈദലവി, PA ഉമ്മർ, KK സൈദലവി, K ബാലകൃഷ്ണൻ തുടങ്ങിയവരും മറ്റ് മുന്നണി നേതാക്കളും പങ്കെടുത്തു. വാദ്യഘോഷങ്ങളുടെയും ഇണക്കാളയുടെയും അകമ്പടിയോടെ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് സംശയമുണ്ടെന്ന് PV അൻവർ MLA. കോട്ടപ്പളയിൽ LDF എടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരർഹതയും രാഹുലിനില്ലെന്നും PV അൻവർ MLA പറഞ്ഞു. രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് ആലോചിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് ഈ സംശയം 2 കൊല്ലമായി തുടങ്ങിയിട്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ സലീമിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
നമ്മളൊരു ദേശീയ രാഷ്ട്രീയം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. നെഹ്റു കുടുംബത്തിന്റെ ജെനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, യാതൊരു തർക്കവുമില്ല. ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരർഹതയും രാഹുലിനില്ല. പച്ചയായി പറയുക, ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ തുടർന്നാണ് PV അൻവർ MLA ഇക്കാര്യങ്ങൾ പരാമർശിച്ചത്. LDF എടത്തനാട്ടുകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P അനിരുദ്ധൻ അധ്യക്ഷനായി. INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ, LDF എടത്തനാട്ടുകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ P രഞ്ജിത്ത്, P സോമരാജൻ, K രവികുമാർ, NCP നേതാവ് ഇബ്രാഹിം ബാദുഷ, M അമീർ, M ജയകൃഷ്ണൻ, അബ്ദു, ഷാജഹാൻ ഉമരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി മണ്ഡലത്തിൽ റോഡ് ഷോയുമായി പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. വല്ലപ്പുഴയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം പട്ടാമ്പിയിൽ സമാപിച്ചു. മോദി തരംഗം ഇത്തവണ സംസ്ഥാനത്ത് പ്രകടമാവുമെന്ന് C കൃഷ്ണകുമാർ പറഞ്ഞു. ദേശീയ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പരക്കം പായുന്ന CPM ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ജൂൺ മാസം 4-ാം തീയതി റിസൾട്ട് വരും. രാജ്യം പറയുന്നു, ലോകം പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് നീങ്ങിയ വേളയിലാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ റോഡ് ഷോയുമായി പട്ടാമ്പി മണ്ഡലത്തിലെത്തിയത്. തിങ്കളാഴ്ച രാവിലെ വല്ലപ്പുഴയിൽ നിന്നുമായിരുന്നു റോഡ് ഷോ തുടങ്ങിയത്. തുറന്ന വാഹനത്തിൽ മറ്റു വാഹനങ്ങളുടെയും ബൈക്കുകളുടെയും അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ. വല്ലപ്പുഴ, ഓങ്ങല്ലൂർ, പട്ടാമ്പി, മുതുതല പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച റോഡ് ഷോ പട്ടാമ്പി സിതാര ഓഡിറ്റോറിയത്തിന് സമീപം സമാപിച്ചു. NDA നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. രാജ്യം മുഴുവൻ ഇന്ന് മോദി തരംഗമാണെന്നും കേരളത്തിലും പാലക്കാടും മോദി തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുമെന്നും റോഡ് ഷോയ്ക്ക് ശേഷം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളം മുഴുവൻ, ഈ രാജ്യം മുഴുവൻ മോദി തരംഗമാണ്. മോദി തരംഗത്തിന് മുന്നിൽ ഇന്ത്യ സഖ്യം തകർന്നടിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഈ രാജ്യത്തു നിന്നും അപ്രത്യക്ഷമാകും. കോൺഗ്രസ്സിന് ഈ രാജ്യത്ത് രാഷ്ട്രീയ രംഗത്ത്, ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഒരു പ്രസക്തി ഇല്ലാതെയാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷവും ദേശീയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള അവരുടെ അംഗീകാരം നഷ്ടപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇത്തവണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ NDA വിജയിക്കും. അത് പാലക്കാടിനെ സംബന്ധിച്ചോളം വലിയൊരു മാറ്റത്തിന് ഉള്ള തുടക്കമാണ്. പാലക്കാടിൻ്റെ വികസന കാര്യത്തിൽ, പാലക്കാടിൻ്റെ ഇത്രയും കാലമായിട്ടുള്ള വികസന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമ്പോൾ അത് മോദി സർക്കാരിലൂടെ ആയിരിക്കും. മോദി ഗവൺമെൻറ് ഈ രാജ്യത്ത് നടപ്പാക്കിയ നിരവധി വികസന പ്രവർത്തനങ്ങൾ അത് പാലക്കാടിന് ഉപയോഗിക്കാൻ കഴിയും. ആ വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് എത്താൻ ഉതകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഇത്തവണ നടക്കാൻ പോകുന്നത്. പെരിന്തൽമണ്ണയിൽ സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഈട്ടിക്കൊരു വോട്ട് ഇലക്ഷൻ പ്രചാരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. STU സംസ്ഥാന സെക്രട്ടറി C അബ്ദുൽ നാസർ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് STU മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പെരിന്തൽമണ്ണയിൽ പ്രചരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തി STU പ്രവർത്തകർ വോട്ട് അഭ്യർത്ഥിച്ചു. പ്രചരണ ക്യാമ്പയിൻ STU സംസ്ഥാന സെക്രട്ടറി C അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ രാജ്യം ഇന്ന് വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. ഈ ജനാധിപത്യ രാജ്യം ഇന്ത്യയായ ജനാധിപത്യ രാജ്യത്തിന് വലിയ ഒരു വൈവിധ്യങ്ങൾ നിറഞ്ഞ വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ ഭാഷകൾ, 60-ൽ പരം വിവിധ ജാതി മതങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് ജനാധിപത്യ സംസ്കാരം. ആ ജനാധിപത്യ സംസ്കാരം 1947 ബ്രിട്ടീഷ് ആധിപത്യ ഭരണത്തിനെതിരെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത ഈ രാജ്യം, ആ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾ ഈ രാജ്യത്തെ ലോകത്ത് തന്നെ ഒരു വൻ ശക്തിയായി, വൻകിട രാജ്യമാക്കി മാറ്റാൻ ആ കഴിഞ്ഞ കാല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകർത്താക്കൾക്ക് കഴിഞ്ഞെങ്കിൽ UDF മണ്ഡലം കൺവീനർ S അബ്ദുൽ സലാം,
STU മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ, ജനറൽ സെക്രട്ടറി കട്ടുപ്പാറ മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രചരണ ക്യാമ്പയിൻ സമാപനം ജില്ലാ വൈസ് പ്രസിഡന്റ് പച്ചിരി ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം നേതാക്കളായ ഷിഹാബ് കളക്കണ്ടൻ, ബഷീർ കട്ടുപ്പാറ, വിജയൻ ഏലംകുളം, NP കരീം, PK ഉമ്മർ, MM സിദ്ദീഖ് വൈദ്യർ, സുധീർ താഴേക്കോട്, മുസ്തഫ തങ്ങൾ മേലാറ്റൂർ, ആക്കാട്ട് അബൂബക്കർ, ബഷീർ കളത്തിൽ, അഷ്റഫ് പുത്തൂർ, AK നാസർ, M മുഹമ്മദ്, ഉമ്മർ മണ്ണാർമല, മൂസ അമ്മിനിക്കാട് തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൊപ്പത്ത് സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കൊപ്പം ആക്കപ്പറമ്പിൽ അബ്ദുൾ റഷീദാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6ഓടെയാണ് അപകടം നടന്നത്. തിരുവേഗപ്പുറ കൈപ്പുറത്ത് നിന്നും കൊപ്പത്തേക്ക് വരികയായിരുന്നു അബ്ദുൾ റഷീദ്. മുസ്ലിം ലീഗ് കൊപ്പം ടൗൺ ശാഖ ജോയിന്റ് സെക്രട്ടറിയാണ്. കൊപ്പത്ത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന യോഗത്തിലേക്ക് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ആവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോസ്റ്റൽ വോട്ടെടുപ്പ് പൂർത്തിയായി. മലപ്പുറം ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ആവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പ് മലപ്പുറം ജില്ലയിൽ പൂർത്തിയായി. ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. മലപ്പുറത്തും നിലമ്പൂരിലും പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് സെന്ററുകളിലെത്തി സർക്കാർ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആവശ്യ സർവീസുകാർ വോട്ടുകൾ രേഖപ്പെടുത്തി. ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ് വോട്ടെടുപ്പിന് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. തൃത്താല നിയോജക മണ്ഡലത്തിലൊഴികെ മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിലെ കേന്ദ്രത്തിലാണ് വോട്ട് ചെയ്തത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർ നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ കേന്ദ്രത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി. ജില്ലയിൽ ആകെ 1079 പേർ AVES വിഭാഗത്തിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയിരുന്നു. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, ജയിൽ വകുപ്പ്, എക്സൈസ് വകുപ്പ്, മിൽമ, KSEB, വാട്ടർ അതോറിറ്റി, KSRTC, ട്രഷറി, ആരോഗ്യം, ഫോറസ്റ്റ്, ആൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, BSNL, റെയിൽവേ, പോസ്റ്റൽ വകുപ്പ് ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ എന്നിവരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണാർക്കാട് ആനമൂളി ആദിവാസി കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പതിറ്റാണ്ടിന്റെ പഴക്കം. ഇടനിലക്കാർക്ക് സാമ്പത്തിക നേട്ടം മുന്നിൽ കണ്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതാണ് പ്രശ്നം പരിഹരിക്കപ്പെടാതെ പോകുന്നത്. വേണ്ടത് കുറ്റമറ്റ രീതിയിലുള്ള പദ്ധതി. കോളനിയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കിയത്. ശുദ്ധജല പദ്ധതികളുടെ പൈപ്പ് ലൈനുകൾ തടഞ്ഞ് കോളനിയിലൂടെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പക്ഷേ ഒന്നിലും വെള്ളമില്ല. കുഴൽക്കിണർ, പൊതുകിണർ, ചെറുകിട പദ്ധതികൾ ഉൾപ്പെടെ കോളനിക്കാർക്ക് വെള്ളം നൽകാൻ പദ്ധതികൾ പലതും നടപ്പാക്കി. പുതിയൊരു പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ആദിവാസി കുടുംബങ്ങൾ പുഴയിൽ കുഴികുത്തിയാണ് വെള്ളം ശേഖരിക്കുന്നത്. മഴക്കാലമായാൽ ഇവർക്ക് വെള്ളത്തിന് ക്ഷാമമില്ല. കാട്ടിലെ ചോലയിൽ നിന്ന് പൈപ്പ് സ്ഥാപിച്ചാണ് ഇവർ വെള്ളം ശേഖരിക്കാറ്. വേനൽക്കാലത്ത് ചോലയിലെ വെള്ളം വറ്റുമ്പോഴാണ് ഇവർ ദുരിതം അനുഭവിക്കുന്നത്. എല്ലാ വേനൽക്കാലത്തും വെള്ളത്തിനായി ഇവർ നെട്ടോട്ടം ഓടേണ്ട സ്ഥിതിയാണ്. 25 കുടുംബങ്ങൾക്കും ശുദ്ധജലം എത്തിക്കാൻ കുറ്റമറ്റ രീതിയിൽ പദ്ധതി തയ്യാറാക്കാൻ പതിറ്റാണ്ടായിട്ടും ഒരു ഭരണകൂടത്തിനും കഴിഞ്ഞിട്ടില്ല. പ്രായോഗികമല്ലാത്ത പദ്ധതികൾ അനുവദിച്ച് അതിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടമാണ് പ്രശ്നപരിഹാരം വൈകാൻ കാരണം. കോളനിക്ക് താഴെയുള്ള പുഴയിൽ കിണർ നിർമ്മിച്ച് കോളനിയുടെ മേൽഭാഗത്ത് ജലസംഭരണി സ്ഥാപിച്ച് വീടുകൾക്ക് പൈപ്പ് കണക്ഷനും നൽകിയാൽ തീരുന്നതാണ് ഇവരുടെ ശുദ്ധജലക്ഷാമം. MP മുതൽ പഞ്ചായത്ത് വരെയുള്ള ജനപ്രതിനിധികളുടെ ഫണ്ട് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതേയുള്ളൂ. ബസ് സ്റ്റോപ്പിനും മറ്റു ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ജനപ്രതിനിധികൾ ഇവരുടെ ശുദ്ധജല പ്രശ്നം കാണാതെ പോകുകയാണ്. ട്രൈബൽ വകുപ്പിനും ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് 20 ലക്ഷം രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതി പാതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. വേനൽക്കാലത്ത് വെള്ളം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പദ്ധതി എന്നാണ് കോളനി നിവാസികൾ ചോദിക്കുന്നത്. എനിക്ക് വയ്യ വെള്ളം കോരാനൊന്നും. എൻ്റെ കാലമായി കൊല്ലങ്ങളായി. അല്ലെങ്കിൽ ചോലയിൽ നിന്ന് തന്നെ പുറത്തിരുന്നത്. ഇപ്പോൾ ചോലയിൽ വെള്ളമില്ല. അങ്ങനെ കാലാകാലങ്ങളായി ശുദ്ധജലക്ഷാമം നേരിടുന്ന കോളനി നിവാസികളുടെ അവസ്ഥ ദുരിതപൂർണമാണ്. പുഴയിൽ നിന്ന് കുഴിയെടുത്താണ് വെള്ളം ശേഖരിക്കുന്നത്. പുഴയോരത്ത് ഉരുളക്കല്ലുകളായതിനാൽ കുഴിയെടുക്കുക എളുപ്പമല്ല. കുഴികളിൽ പട്ടികൾ ഇറങ്ങുന്നതിനാൽ ഓരോ ദിവസവും വെവ്വേറെ കുഴിയെടുക്കേണ്ട സ്ഥിതിയാണ്.
ഇവർക്ക് കുടിവെള്ളത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് പൊതുപ്രവർത്തകൻ ചന്ദ്രൻ ആനമൂളി പറഞ്ഞു. ആനമൂളി ആദിവാസി കോളനിയിലേക്ക് 1-2 പ്രോജക്റ്റൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ പൈപ്പ് അവിടെ ഇവിടെ വലിച്ചു വെച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ പണി പൂർത്തിയാക്കാനോ അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കാനോ ഉള്ള യാതൊരുവിധ സൗകര്യം ഇപ്പോൾ നിലവിലില്ല. മാത്രമല്ല ഇപ്പോൾ അവർ ഉപയോഗിക്കുന്നൊരവസ്ഥ നേരിലൊന്ന് കാണുന്ന ആരും. കാരണം പുഴയിൽ പോയിട്ട് ഓരോ കുടുംബങ്ങളും ഓരോ കുഴി കുത്തുകയാണ്. അങ്ങനെ ഓരോ കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ നിന്ന് 1-2 കുടം വെള്ളം കിട്ടും. അത് സമാഹരിച്ച് വീട്ടിലെത്തിക്കും. പിറ്റേ ദിവസം ചെല്ലുമ്പോഴേക്കും അതിൽ പട്ടിയോ നായ എന്തെങ്കിലും ആ കുഴിയിൽ കയറി കിടന്നിട്ടുണ്ടാവും. അവർക്കും ചൂടാണല്ലോ, അവർ കയറി ആ വെള്ളത്തിൽ കിടക്കും. പിന്നെ ആ കുഴിയിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത് കുഴി കുത്തണം. എന്നിട്ട് രണ്ടാമതൊരു കുഴി കുത്തി അതിൽ വെള്ളമാവുന്നത് വരെ പുഴയിൽ കാവലിരുന്ന് അവിടെ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. ഇത് ആദിവാസി കോളനിയുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഈ നാട്ടിലിപ്പോൾ ഈ ആനമൂളിയുള്ള പ്രദേശത്ത് മുഴുവൻ തന്നെ എല്ലാവരും ഒരു പഞ്ചായത്ത് കിണറിനെയാണ് ആശ്രയിച്ചിരുന്നത്. അതിലൊരു തുള്ളി വെള്ളം പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ അടിയന്തിരമായിട്ട് ഈ പഞ്ചായത്ത് കിണറൊന്ന് വലുതാക്കി എല്ലാവർക്കും കുടിവെള്ളമെങ്കിലും കിട്ടാവുന്ന ഒരു സൗകര്യം, അതുപോലെ തന്നെ കോളനിക്കാരുടെ ആ പദ്ധതി ഒന്ന് പൂർത്തീകരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവർക്ക് വെള്ളം കിട്ടാനും പുഴയിലൊരു സമഗ്രമായ രീതിയിലൊരു ടാങ്ക് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ പുഴയിൽ ശക്തമായൊരു കുഴിയാണ് അത് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് വെള്ളം എന്നും സമാഹരിക്കാൻ കഴിയും. അതിൻ്റെതായ രീതിയിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു അടിയന്തര നടപടി കൈക്കൊള്ളാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുണ്ടാവണം. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളിയുടെ ദാരുണ മരണത്തിന് പിന്നാലെ യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കാനുള്ള തീരുമാനം വൈകുന്നു. സ്റ്റാൻഡിനുള്ളിൽ തെറ്റായ ദിശയിൽ മത്സരിച്ചോടിയ സ്വകാര്യ ബസ്സിടിച്ചായിരുന്നു അതിഥി തൊഴിലാളി മരിച്ചത്. സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകളുടെ അമിതവേഗം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് യാർഡിൽ ഹമ്പുകൾ സ്ഥാപിക്കാനാണ് തീരുമാനമെടുത്തിരുന്നത്. ഗതാഗത ക്രമീകരണ സമിതിയുടെ നേതൃത്വത്തിലെടുത്ത തീരുമാനമാണ് 2 ആഴ്ച കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തത്. സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മുതൽ ഭൂരിഭാഗം ബസ്സുകളും വേഗം കൂട്ടുന്ന സാഹചര്യമാണെന്ന് വിലയിരുത്തിയായിരുന്നു തീരുമാനം. മോട്ടോർ വാഹന വകുപ്പും പോലീസും നഗരസഭാ എഞ്ചിനീയറും ബസ് സ്റ്റാൻഡ് സന്ദർശിച്ച ശേഷമായിരുന്നു നടപടിക്ക് ശുപാർശ. 2019 നാറ്റ്പാക് നഗരസഭയ്ക്ക് സമർപ്പിച്ച പഠന റിപ്പോർട്ടിൽ ഹമ്പുകൾ സ്ഥാപിക്കുന്നതിന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും അന്നത് നടപ്പാക്കിയിരുന്നില്ല. കഴിഞ്ഞ മാസം 30-നാണ് സ്റ്റാൻഡിനുള്ളിൽ തെറ്റായ ദിശയിലൂടെ മത്സരിച്ചോടിയ സ്വകാര്യ ബസ്സിടിച്ച് കൊൽക്കത്ത സ്വദേശിയായ യുവാവ് മരിച്ചത്. വരൾച്ച കാരണം ആനമങ്ങാട് മുഴന്നമണ്ണയിൽ വാഴകൃഷി നശിച്ച സ്ഥലം കൃഷി ഓഫീസർ സന്ദർശിച്ചു. പാട്ടത്തിനടുത്ത 3 ഏക്കർ സ്ഥലത്ത് വാഴകൃഷി ചെയ്ത കർഷകനാണ് വലിയ നഷ്ടമുണ്ടായത്. ആനമങ്ങാട് മുഴന്നമണ്ണയിലെ ചങ്ങരത്ത് ഗോപാലകൃഷ്ണന്റെ വാഴകളാണ് കൊടും വരൾച്ച കാരണം നശിച്ചത്. നനവ് കിട്ടാതായതോടെ കൊടും ചൂടേറ്റ് വാഴകൾ ഒടിഞ്ഞു തൂങ്ങുകയായിരുന്നു. കുലച്ചു പാകമായ വാഴകളാണ് കൂടുതലായും നശിച്ചത്. വാഴകൃഷിക്ക് നാശനഷ്ടമുണ്ടായ സ്ഥലം പഞ്ചായത്ത് കൃഷി ഓഫീസർ സന്ദർശിച്ചു. വാഴകൃഷിക്കും മറ്റും നനച്ചിരുന്ന ഈ പാടത്തെ 2 കുളങ്ങളും വറ്റിവരണ്ടു. അതോടെ നനയ്ക്കാൻ വെള്ളമില്ലാതെയായി. കുംഭമാസത്തിൽ എല്ലാ വർഷവും പെയ്തിരുന്ന മഴ ഇത്തവണ ലഭിച്ചതുമില്ല. വെള്ളം എത്തിക്കാൻ മറ്റു സൗകര്യങ്ങൾ ഇല്ലാത്തതും കർഷകനെ ബുദ്ധിമുട്ടിലാക്കി. വലിയ നഷ്ടമാണ് കർഷകനുണ്ടാക്കിയത്. പാട്ടത്തിനടുത്ത സ്ഥലത്ത് കഴിഞ്ഞ ഒക്ടോബറിൽ വെച്ച വാഴകളാണ് നശിച്ചത്. ഡിസംബർ മാസത്തിൽ വെച്ച പകുതി വളർച്ചയിലെത്തിയ വാഴകളും നാശത്തിന്റെ വക്കിലാണ്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വാണിയംകുളം പുല ചിത്ര കിള്ളിക്കാവ് പൂരമഹോത്സവത്തിന് മുന്നോടിയായി കൊടിയേറ്റ് നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പ്രാണായാമത്തിലൂടെ ചൈതന്യ ശൃംഗത്തിന്റെ ഉച്ചകോടിയിലേക്ക് ഉയർത്തുന്ന പ്രതീകമാണ് കൊടിയേറ്റം. ഏപ്രിൽ 25-നാണ് പൂരമഹോത്സവം. കോട്ടപ്പാടം അരിയൂർ ആര്യനമ്പി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് സജി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം എന്നിവ നടന്നു. സമാപന ദിവസമായ ഞായറാഴ്ച ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. താലപ്പൊലി കൊട്ടിയറിയിക്കൽ, തുടർന്ന് നവകം, പഞ്ചഗവ്യം, കാഴ്ച ശീവേലി, ഉച്ചപൂജ, പ്രസാദഊട്ട് എന്നിവ നടന്നു. വൈകുന്നേരം 5:30 സൂര്യപുത്ര പടിഞ്ഞാറൻ ദേശവേല, നെയ്യപ്പാടത്ത് കിഴക്കൻ ദേശവേല, മുരിക്കിടക്കുന്ന് ദേശവേല ദേശത്തെ പട്ടുകൂറകൾ എന്നിവ ക്ഷേത്രത്തിൽ സംഗമിച്ചു. തുടർന്ന് ദീപാരാധന, എഴുന്നള്ളിപ്പ്, അരിയേറ് എന്നിവയ്ക്ക് ശേഷം കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാർ അവതരിപ്പിച്ച ഗംഭീര പാണ്ടിമേളവും അരങ്ങേറി. രാത്രി 8 മണിക്ക് ചുറ്റുവിളക്ക്, തുടർന്ന് തായമ്പക, കളമ്പാട്ട്, 11 മണിക്ക് എഴുന്നള്ളിപ്പ്, അരിയേറ് എന്നിവയ്ക്ക് ശേഷം 11:30
കൂറ വലിച്ചതോടെ ഈ വർഷത്തെ പാട്ടുതാലപ്പൊലി മഹോത്സവത്തിന് സമാപനമായി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫിന്റെ പിതാവ് മുഹമ്മദ് എന്ന വാപ്പു ഉംറയ്ക്കിടെ നിര്യാതനായി. 53 വയസ്സായിരുന്നു. ജിദ്ദയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മക്കയിൽ ഉംറ നിർവഹിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരണം. പ്രധാന വാർത്തകൾ വീണ്ടും. നല്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ UDF-നാകും വോട്ട് ചെയ്യുക എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് പണി കൊടുക്കാൻ അവസരം കാത്തിരിക്കുകയാണ് അവരെന്നും VD സതീശൻ. 20 സീറ്റുകളിലും UDF വിജയിക്കും. സ്വതന്ത്ര ഇന്ത്യയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് മന്ത്രി MB രാജേഷ്. മൂന്നാമതും BJP അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിന്റെ സർവനാശമാകുമെന്നും മന്ത്രി. രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ സംശയമുണ്ടെന്ന് PV അൻവർ MLA. ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള ഒരർഹതയും രാഹുലിന് ഇല്ലെന്നും PV അൻവർ MLA. കൊപ്പത്ത് സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. UDF പ്രവർത്തകനായ അബ്ദുൾ റഷീദാണ് മരിച്ചത്. അപകടം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന യോഗത്തിന് വരുമ്പോൾ. മണർക്കാട് ആനമൂളി ആദിവാസി കോളനിയിലെ കുടിവെള്ള പ്രശ്നം. കോളനിക്കാർ നേരിടുന്നത് പതിറ്റാണ്ടുകളായുള്ള ദുരിതം. പദ്ധതികൾ ഉണ്ടായിട്ടും വെള്ളം കിട്ടാത്തതിന് പിന്നിൽ ആസൂത്രണമില്ലായ്മയും അനാസ്ഥയുമെന്നും ആരോപണം. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിടിച്ചു മരിച്ച സംഭവം. യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കുമെന്ന പ്രഖ്യാപനം കടലാസിലൊതുങ്ങി. ട്രാഫിക് സമിതി എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.